രാജ്യം ഉറ്റുനോക്കിയ ഒരു കായിക പ്രതിഭ 20കളിൽ തന്നെ ടെന്നീസ് കോർട്ടിൽ കരുത്തറിയിച്ചു. മെഡലുകൾ വാരിക്കൂട്ടിയ നെഞ്ചിൽ പക്ഷെ തറച്ചു കയറിയത് ഒന്നിനു പിറകെ ഒന്നായി 4 ബുള്ളറ്റുകൾ. രക്തം ഉറഞ്ഞു പോകുന്ന വാർത്ത അവിശ്വസനീയം. അവനവനെ പൊതിയുന്ന ദുരഭിമാനത്തിന് എത്ര വിലയുണ്ട്? ക്ലോസ് റേഞ്ചിൽ, പോയിന്റ് ബ്ലാങ്കിൽ ഒന്നിനു പിറകെ ഒന്നായി ബുള്ളറ്റ് പായിക്കാനും മാത്രം പകയുണർത്താൻ ആ ദുരഭിമാനത്തിന് ശേഷിയുണ്ടോ? ഇത് കേവലം ഒരു കൊലപാതകത്തിന്റെ കഥയല്ല. കാഞ്ചി വലിച്ചവർക്ക് പിന്നിലെ ദുരൂഹമായ ആ ഭ്രാന്തിന്റെ ആരും പറയാത്ത ചോരപ്പാടുകളുടെ നേർസാക്ഷ്യമാണ്. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. ആ കാർ പാഞ്ഞു വന്ന് നിന്നപ്പോൾ തന്നെ ആശുപത്രി ജീവനക്കാർക്ക് കാര്യം മനസ്സിലായി. പിൻസീറ്റിലേക്ക് ഒറ്റ നോട്ടം. രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യരൂപം. അത് ഒരു യുവതിയായിരുന്നു. ജൂലൈ 10 വ്യാഴാഴ്ച രാവിലെ 10:30 അത്യാഹിത വിഭാഗത്തിനു മുന്നിൽ നിർത്തിയ കാറിൽ നിന്ന് 2 പേർ വേഗം പുറത്തിറങ്ങി. പിൻസീറ്റിൽ രക്തത്തിൽ കുളിച്ച നിലയിലുള്ള ഒരു യുവതിയെ പുറത്തിറക്കി. അപ്പോഴേക്കും സ്ട്രെച്ചറുമായി ജീവനക്കാരുമെത്തി. അവർ അതിവേഗം അത്യാഹിത വിഭാഗത്തിലേക്ക് കുതിച്ചു. സമയമൊട്ടും കളയാൻ ബാക്കിയുണ്ടായിരുന്നില്ല. യുവതിക്ക് ഗുരുതരമായ നിലയിൽ മുറിവേറ്റിട്ടുണ്ട്. ഡോക്ടർമാർ വേഗം യുവതിയുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് കടന്നു. പക്ഷേ ശ്രമമെല്ലാം വിഫലമായി. ആ യുവതി അപ്പോഴേക്കും മരണത്തിനു കീഴടങ്ങിയിരുന്നു. ഏഷ്യ മരിംഗോ ഹോസ്പിറ്റൽ, ഗുരുഗ്രാം, ഹരിയാന. പുറത്തു കാത്തുനിന്ന ബന്ധുക്കളോട് ഡോക്ടർമാർ കാര്യം പറഞ്ഞു. ഇതിനിടെ ഡോക്ടർമാർ യുവതിയെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. യുവതി മരിച്ചിരിക്കുന്നത് വെടിയേറ്റിട്ടാണ്. ഒരു തവണയല്ല, പലതവണ യുവതിക്ക് വെടിയേറ്റിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ യുവതിയുടെ നെഞ്ചിലും തോളിലുമാണ് വെടിയേറ്റ പാടുകൾ ഡോക്ടർമാർ കണ്ടെത്തിയത്. ആശുപത്രിയിൽ നിന്നും പോലീസിന് സന്ദേശം പോയി. ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാന സാമ്പത്തിക വ്യവസായ കേന്ദ്രങ്ങളിലൊന്നാണ് ഗുരുഗ്രാം. ഗുഡ്ഗാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ പേര് ഗുരുഗ്രാം എന്ന് മാറ്റിയത് 2016 അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത അന്ന് അവിടെ പടർന്നത്. സെക്ടർ 56 പോലീസ് സ്റ്റേഷൻ, ഗുരുഗ്രാം, ഹരിയാന. ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് പോലീസ് സംഘം ഏഷ്യ മരിംഗോ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ആശുപത്രി. യുവതി വെടിയേറ്റു മരിച്ചുവെന്ന വാർത്ത അപ്പോഴേക്കും വാർത്താമാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ആയി. പുറത്തു കാത്തുനിന്ന ബന്ധുക്കളിൽ നിന്ന് യുവതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു. രാധിക, അതായിരുന്നു മരിച്ച യുവതിയുടെ പേര്. ആശുപത്രിയിൽ എത്തിച്ചത് അമ്മാവൻ കുൽദീപ് യാദവും ചിലരും ചേർന്നാണ്. കുൽദീപിന്റെ മൊഴിയിൽ നിന്നാണ് രാധികയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. അത് ടെന്നീസ് താരം രാധിക യാദവ് ആയിരുന്നു. രാധിക യാദവ്, വയസ്സ് 25, ടെന്നീസ് പ്ലെയർ, കോച്ച്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഗുരുഗ്രാം, ഹരിയാന. വെടിയേറ്റ് മരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്ന ഒരു കായിക താരവും കോച്ചുമാണ്. പോലീസ് ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. സംഭവം നടക്കുമ്പോൾ ആ വീട്ടിൽ രാധികയ്ക്കൊപ്പം സ്വന്തം പിതാവും അമ്മാവനും ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് രാധികയുടെ അമ്മാവൻ കുൽദീപിനെ സമീപിച്ചു. വെടിയൊച്ച കേട്ടാണ് ഞാൻ മുകളിലത്തെ നിലയിലേക്ക് ഓടിയെത്തിയത്. അപ്പോൾ രാധിക രക്തത്തിൽ കുളിച്ച് നിലത്ത് വീണ് കിടക്കുകയാണ്. സമീപത്ത് രാധികയുടെ പിതാവ് ദീപക് യാദവും നിൽക്കുന്നുണ്ടായിരുന്നു. ദീപകിന് സമീപത്തായി ഒരു തോക്കുമുണ്ടായിരുന്നു.
എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ദീപക്കിനോട് ചോദിച്ചെങ്കിലും അയാൾ മറുപടി നൽകിയില്ല. ഞാൻ രാധികയെ വാരിയെടുത്ത് കാറിൽ കിടത്തി ഒട്ടും സമയം കളയാതെ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. കുൽദീപ് അവിടെ നടന്ന സംഭവങ്ങൾ കൃത്യമായി ഗുരുഗ്രാം പോലീസിനോട് വിശദീകരിച്ചു. ഹരിയാനയിലെ അതിപ്രശസ്തയായ ടെന്നീസ് താരമായിരുന്നു രാധിക യാദവ്. ശ്രദ്ധേയമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിരുന്ന കരുത്തയായ വനിതാ താരം. വുമൻസ് സിംഗിൾസ് കരിയറിലെ 35 എന്ന ഏറ്റവും മികച്ച ദേശീയ റാങ്കിംഗ് വരെ രാധിക എത്തിച്ചേർന്നിരുന്നു. വുമൻസ് ഡബിൾസിൽ ദേശീയ റാങ്കിങ്ങിൽ 53-ാം സ്ഥാനം വരെ രാധിക എത്തി. അണ്ടർ 18 വിഭാഗത്തിൽ 2018 ജനുവരിയിൽ 75-ാം റാങ്ക് നേടിയ രാധിക തുടർച്ചയായി 11 ആഴ്ചകൾ മികച്ച 100 കളിക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായിരുന്നു. കരിയറിൽ ആകെ 36 രാജ്യാന്തര സിംഗിൾസ് മത്സരങ്ങളും 7 രാജ്യാന്തര ഡബിൾസ് മത്സരങ്ങളും കളിച്ച രാധിക 2024 മാർച്ചിലാണ് അവസാനമായി സിംഗിൾസ് മത്സരം കളിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് രാധികയ്ക്ക് മത്സരത്തിനിടയ്ക്ക് പരിക്കേറ്റത്. പിന്നെ നിരന്തരം പരിക്കുകൾ കാരണം 2024 മാർച്ചിന് ശേഷം രാധികയ്ക്ക് രാജ്യാന്തര ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ കായിക രംഗത്ത് നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ രാധികയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. അടുത്ത തലമുറയിലെ കളിക്കാരെ വളർത്തിയെടുക്കുക എന്നതായി രാധികയുടെ അടുത്ത ലക്ഷ്യം. ഗുരുഗ്രാമിൽ തന്നെ സ്വന്തമായി ഒരു ടെന്നീസ് അക്കാദമി രാധികയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അവിടെ കോച്ചായി സേവനമനുഷ്ഠിച്ച രാധിക കുട്ടികൾക്ക് ടെന്നീസിന്റെ ടെക്നിക്കുകളെല്ലാം പകർന്നു നൽകി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ടെന്നീസ് അക്കാദമി ഗുരുഗ്രാമിൽ ശ്രദ്ധിക്കപ്പെട്ടു. കായിക രംഗത്ത് നിന്ന് മാറി നിന്നെങ്കിലും അക്കാദമിയിലൂടെ രാധിക തിരിച്ചു വന്നു. മികച്ച വരുമാനവും ലഭിച്ചു തുടങ്ങി. അതുവരെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പോലീസ് രാധികയുടെ മരണത്തിൽ കൊലപാതകത്തിന് കേസെടുത്തു. സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ ബ്രേക്കിംഗ് ന്യൂസായി മാറി. സ്വന്തം പിതാവാണോ ആ കൃത്യം ചെയ്തത്? മറിച്ചൊന്നും ഇപ്പോൾ പോലീസിന് മുന്നിലില്ല. രാധികയുടെ അമ്മാവൻ മുകളിലെ മുറിയിൽ ദീപക് യാദവിനെ കണ്ട സാഹചര്യം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഉച്ചയ്ക്ക് 12 മണി. പോലീസ് സംഘം രാധികയുടെ വീട്ടിലേക്കെത്തി. കുൽദീപ് നൽകിയ മൊഴിയനുസരിച്ച് പിതാവായ ദീപക് യാദവിനെ പോലീസ് വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് എത്തുമ്പോൾ ദീപക് വീടിനുള്ളിലെ മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. സെക്ടർ 57 സുശാന്ത് ലോക്ക്, ഗുരുഗ്രാം, ഹരിയാന. അപ്പോഴേക്കും വെടിവെപ്പ് നടന്ന് ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ ആയിരുന്നെങ്കിലും ദീപക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നില്ല. ദീപകിന്റെ മുറിയിൽ നിന്ന് തന്നെ പോലീസ് സംഘം കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തി. സ്വന്തം പിതാവ് തന്നെയാണ് ഘാതകൻ എന്നു തന്നെയായിരുന്നു പോലീസിന്റെയും ബന്ധുക്കളുടെയും അപ്പോഴുമുള്ള വിശ്വാസം. എന്തെങ്കിലും കുറ്റം ചെയ്തുവെന്നോ അതിൽ പശ്ചാത്താപമുണ്ടെന്നോ ഉള്ള ഒരു ലക്ഷണവും ദീപക്കിനുണ്ടായിരുന്നില്ല. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള അയാളുടെ പെരുമാറ്റം അത് വിളിച്ചു പറഞ്ഞു. ഇതേസമയം പ്രദേശവാസികൾ നൽകിയ ഒരു വിവരം പോലീസിനെ പോലും ഞെട്ടിക്കുന്നതായി. രാധികയ്ക്ക് വെടിയേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു പിന്നാലെ ദീപക് ഞാൻ എൻ്റെ മകളെ കൊന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് വീടിന്റെ ബാൽക്കണിയിലേക്ക് വന്നിരുന്നു. കയ്യിൽ അയാൾ അപ്പോൾ തോക്കേന്തിയിരുന്നു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ബാലിസ്റ്റിക്സ് വിദഗ്ധരും രാധികയുടെ വീട്ടിലെത്തി. കൊലപാതകം നടന്ന ഭാഗത്തു നിന്നും വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. കൂടാതെ വീട്ടിൽ നിന്ന് 5 വെടിയുണ്ടകളും ഒരു ലൈവ് കാട്രിഡ്ജും പോലീസ് കണ്ടെടുത്തു. കസ്റ്റഡിയിലുള്ള ദീപക് യാദവിനെ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം രാധികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഗുരുഗ്രാം സിവിൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി. ഗുരുഗ്രാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ
ഫോറൻസിക് മെഡിക്കൽ ബോർഡ് തലവൻ ഡോക്ടർ ദീപക് മാഥൂർ ഉൾപ്പെടെയുള്ള 3 ഔദ്യോഗിക മെഡിക്കൽ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. 4 വെടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും വെടിയുണ്ടകളിൽ 3 എണ്ണം മാത്രമേ രാധികയുടെ ശരീരത്തിനുള്ളിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചുള്ളൂ. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഡോക്ടർമാർ ഇവ പുറത്തെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസിന് കൈമാറി. രാധികയ്ക്ക് വെടിയേറ്റത് നെഞ്ചിന്റെ ഭാഗത്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 4ാമത്തെ വെടിയുണ്ട ശരീരം തുളച്ച് മറുഭാഗത്തുകൂടി പുറത്തേക്ക് പോയിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ചത് .32 ബോർ ലൈസൻസ് ഉള്ള ഒരു പിസ്റ്റളാണെന്ന് വെടിയുണ്ടകൾ പരിശോധിച്ച ബാലിസ്റ്റിക് വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു. പോലീസ് ദീപകിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തത് ഇതേ പിസ്റ്റൾ തന്നെയായിരുന്നു. ആ വീട്ടിൽ അച്ഛനും അമ്മാവനും കൂടാതെ രാധികയുടെ അമ്മയും ഉണ്ടായിരുന്നു, മഞ്ജു. മകൾ ദാരുണമായി കൊല്ലപ്പെട്ടു. ഭർത്താവ് കൊലപാതക കുറ്റത്തിന് അറസ്റ്റിലുമായി. മഞ്ജു ആകെ തളർന്നു പോയിരുന്നു. പക്ഷേ പോലീസിന് സമയം തീരെ കുറവായിരുന്നു. ഭർത്താവ് ദീപക് മകൾ രാധികയ്ക്ക് നേരെ വെടിയുതിർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാധിക അടുക്കളയിലായിരുന്ന സമയത്ത് ഞാൻ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. കുക്കറിന്റെ വിസിൽ കേട്ട അതേ സമയത്ത് തന്നെ മകളുടെ നിലവിളിയും കേട്ടു. അടുക്കളയിലേക്ക് പോയി നോക്കിയപ്പോൾ മകൾ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് രാധികയുടെ അമ്മാവനെത്തി അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എത്ര ചോദ്യം ചെയ്തിട്ടും എത്ര ചോദ്യങ്ങൾ വന്നിട്ടും മൊഴിയിൽ മഞ്ജു ഉറച്ചു നിന്നു. ഇതേ സമയം കസ്റ്റഡിയിലുള്ള ദീപക് പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. രാധിക നടത്തിയിരുന്ന ടെന്നീസ് അക്കാദമിയുടെ വരുമാനത്തെ സംബന്ധിച്ച് രാധികയും പിതാവായ ദീപക്കും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. രാധിക അക്കാദമി നടത്തുന്നത് ദീപക്കിന് ഇഷ്ടമല്ലായിരുന്നു. അക്കാദമിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പലതവണ പിതാവ് ദീപക് രാധികയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ തനിക്ക് മികച്ച വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് രാധിക വാദിച്ചു. മകൾ വരുമാനത്തിനായി അക്കാദമി നടത്തേണ്ടതില്ല എന്നായിരുന്നു ദീപക്കിന്റെ നിലപാട്. മകളുടെ ചിലവിലാണ് താൻ കഴിയുന്നതെന്ന് ബന്ധുക്കളുടെ പരിഹാസവും ദീപക്കിന് രാധികയോടുള്ള വിദ്വേഷം വർദ്ധിപ്പിക്കാൻ കാരണമായി. രാധികയും ആൺസുഹൃത്തും ഒരുമിച്ചുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ രാധിക പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞും രാധികയും പിതാവും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ രാധിക റീൽസ് ഇടുന്നതിൽ നേരത്തെ തന്നെ ദീപക് എതിരായിരുന്നു. ഇതിനിടെയാണ് ആൺസുഹൃത്തുമൊത്തുള്ള വീഡിയോ രാധിക പോസ്റ്റ് ചെയ്തത്. ഗ്രാമത്തിൽ പോകുമ്പോൾ ദീപകിന്റെ കുടുംബക്കാർ ഇതേക്കുറിച്ച് വിമർശനം ഉന്നയിച്ചു. അതെന്റെ മനസ്സിൽ പകയായി മാറി. പോലീസിനോട് അയാൾ ഒന്നൊന്നായി ഏറ്റുപറഞ്ഞു. ദീപക് ഒരു ധനികനായിരുന്നു. ഗുരുഗ്രാമിലെ ആഡംബര ഫാം ഹൗസ് ഉൾപ്പെടെയുള്ള വിവിധ കെട്ടിടങ്ങളിൽ നിന്ന് വാടക ഇനത്തിൽ പ്രതിമാസം 15 മുതൽ 17 ലക്ഷം രൂപ വരെ ദീപക്കിന് വരുമാനം ലഭിച്ചിരുന്നു. ടെന്നീസ് അക്കാദമി നടത്തിയിരുന്ന മകൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നത് ദീപക്കിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. 2025 ജൂലൈ 10 വ്യാഴാഴ്ച, സമയം രാവിലെ 10 മണി, സെക്ടർ 57 സുശാന്ത് ലോക്ക്, ഗുരുഗ്രാം, ഹരിയാന. അന്ന് രാധികയുടെ അമ്മ മഞ്ജുവിന്റെ പിറന്നാളായിരുന്നു. അമ്മയ്ക്ക് അന്ന് പനിയായിരുന്നതിനാൽ അടുക്കളയിൽ ഒറ്റയ്ക്ക് ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു രാധിക. കൊലപാതകം നടത്തുന്നതിന് തൊട്ടു മുൻപ് ദീപക് യാദവ് തന്റെ മകനോട് പുറത്തുപോയി പാല് വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കൃത്യം നടത്തുമ്പോൾ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് മകനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത്. ദീപക് തന്റെ ലൈസൻസ് ഉള്ള .32 ബോർ പിസ്റ്റൾ വൃത്തിയാക്കുകയും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. സമയം രാവിലെ 10:30. രാധിക 1ാം നിലയിലെ അടുക്കളയിൽ പ്രഭാത ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം അടുക്കളയിലെത്തിയ ദീപക് യാദവ് രാധികയുമായി വീണ്ടും തർക്കത്തിലേർപ്പെട്ടു. പെട്ടെന്ന് അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് രാധികയ്ക്ക് നേരെ വെടിയുതിർത്തു. 4 തവണയാണ് ദീപക് രാധികയ്ക്ക് നേരെ നിറയൊഴിച്ചത്. വെടിയുണ്ടകൾ രാധികയുടെ നെഞ്ചിലൂടെയും വയറിലൂടെയും കടന്നുപോയി. വെടിയേറ്റ രാധിക അടുക്കളയിലെ
തറയിലേക്ക് വീണു. തെളിവുകൾ, അയൽക്കാരുടെ മൊഴി, രാധികയുടെ സ്വന്തം അമ്മാവന്റെ വെളിപ്പെടുത്തൽ, കുടുംബത്തിലെ തർക്കങ്ങൾ, പിസ്റ്റൾ, അങ്ങനെ സാഹചര്യ തെളിവുകളെല്ലാം ദീപകിനെതിരായിരുന്നു. ദീപക് യാദവ്, വയസ്സ് 49, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, വസീറാബാദ്. 2025 ജൂലൈ 11 വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത ദീപകിനെ ഗുരുഗ്രാം ജില്ലാ കോടതിയിൽ ഹാജരാക്കി. ദീപകിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഗുരുഗ്രാമിലെ ഭൗൻസി ജയിലിലേക്ക് മാറ്റി. 2025 ഒക്ടോബർ 8 ബുധനാഴ്ച പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 400 പേജുള്ള കുറ്റപത്രം. വീട്ടിലൊരു തടവുകാരിയെ പോലെയാണ് താൻ ജീവിച്ചിരുന്നതെന്നും മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങളും കർശനമായ നിരീക്ഷണവും തനിക്ക് നേരിടേണ്ടി വന്നിരുന്നുവെന്നും രാധിക സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. മാതാപിതാക്കളുടെ യാഥാസ്ഥിതിക മനോഭാവം മൂലം താൻ ആ വീട്ടിൽ ശ്വാസം മുട്ടിയാണ് ജീവിച്ചിരുന്നതെന്നും രാധിക സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അമ്മയുടെ കൂടെ അല്ലാതെ രാധികയ്ക്ക് വീടിന് പുറത്തിറങ്ങാൻ അനുവാദമുണ്ടായിരുന്നില്ല. ടെന്നീസ് കളിക്കുമ്പോൾ മേക്കപ്പ് ഇടുന്നതും പാവാട ധരിക്കുന്നതും മാതാപിതാക്കൾ ശക്തമായി എതിർത്തിരുന്നു. സാക്ഷികളെ നിരത്തി പോലീസ് ചാർജ് ഷീറ്റിൽ വ്യക്തമാക്കി. കുറ്റപത്രത്തിൽ ദീപകിനെതിരെ ആംസ് ആക്ടും കൊലപാതകം ഉൾപ്പെടെയുള്ള BNS വകുപ്പുകളും ചുമത്തി. ആകെ 33 പേരെയാണ് പോലീസ് സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. മകൾ ടെന്നീസ് അക്കാദമി നടത്തുന്നതിലുള്ള എതിർപ്പും നാട്ടുകാരുടെ ആക്ഷേപങ്ങൾ കാരണം മാനസികമായുണ്ടായ ബുദ്ധിമുട്ടുകളും മൂലം സംഭവിച്ച ദുരഭിമാനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പോലീസ് അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. രാധിക യാദവ് കൊലക്കേസിൽ നിലവിൽ ഗുരുഗ്രാം സെഷൻസ് കോടതിയിൽ വിചാരണാ നടപടികൾ പുരോഗമിക്കുകയാണ്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ആ ചൊല്ലിനെ തച്ചുടച്ചാണ് രാധികയുടെ കൊലപാതകം നടന്നത്. ഒരു പിതാവിന്റെ കൈവിരൽ തോക്കിൻ കാഞ്ചിയിലേക്ക് നീണ്ടത് പുരുഷാധിപത്യത്തിന്റെ അന്ധമായ ഈർഷ്യയും അസൂയയും കൊണ്ട് മാത്രമായിരുന്നു. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.